ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അഫ്സീൻ ആൻഡ് ഫവ്റോസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് ഒരു ചെറിയ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോംബെയിലേക്ക് ട്രിപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഫ്ലൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അൽഹംദുലില്ലാ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്തു. കുഴപ്പമില്ല, ഫ്ലൈറ്റൊക്കെ അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തു എന്തായാലും. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കസിൻ്റെ വീട്ടിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയായി, നമ്മൾ ഒരുപാട് വൈകി, ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ എയർപോർട്ടിൽ തന്നെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാഫിക്കൊക്കെ ആയിട്ട് എത്താൻ വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 9 മണി 9:30 കയ്യിലെത്തുമ്പോൾ ആകെ ടയേർഡായി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. ഇന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൻ്റെ ചെറിയൊരു ഹോം ടൂർ നമ്മൾ കാണിച്ചത് എങ്ങനെയാണ് മുംബൈയിലൊരു അല്ലേ വീടും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. അതെ, അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ്, അത് കുറച്ചുകൂടെ കസിൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഉള്ള വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിന്റെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ വീടിന്റെ പേരാണ് കാവളം എന്നാണ് ഹൗസിന്റെ നെയിം വരുന്നത്. അപ്പോൾ ഇവിടെ വലിയ അക്ഷരത്തിൽ അതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫസ്റ്റ് തന്നെ ഒരു സിറ്റ് ഔട്ട് ആണ്. അവിടെ നോക്കും, നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ, നാട്ടിലത്തെ പോലെ തന്നെ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നല്ലൊരു സൈലന്റ് ഏരിയ ആണ്, നല്ലൊരു കോളനിയാണ് അവരുടെ ഭാഗത്ത്. കുറേ ഫ്ലാറ്റുകൾ വരാനിരിക്കുന്നുണ്ട്, കുറേ ഫ്ലാറ്റുകൾ പോയിട്ടുണ്ട്. ഇതിന്റെ മേലെ ആയിട്ടും വേറൊരു റൂംസ് ഫാമിലി താമസിക്കുന്നുണ്ട് കേട്ടോ. 2 ഫാമിലി ആയിട്ടാണ് അവർ, വേറൊരു ഫാമിലി, 2 ഫാമിലിയുടെ വീടാണ് വരുന്നത്. മേലെ വരും താഴെ വരും എന്നുള്ള രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു സിറ്റ് ഔട്ട് ഉണ്ട്. നല്ല കാറ്റും, നമ്മുടെ അവിടുത്തെ ചൂട്, നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത പോലെ ചൂടോ അങ്ങനെ എന്താ പറയുക ഒരു ഹ്യൂമിഡിറ്റി അങ്ങനെയൊന്നും ഇല്ല അല്ലേ. നല്ല ഒരു ചൂടുണ്ടെങ്കിൽ കൂടി, വെയിലുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം നമുക്ക് താങ്ങാവുന്ന ഒരു ഇതേ ഉള്ളൂ. നേരെ നമുക്ക് അതിന്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ വലിയൊരു ഹോളാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോളാണ് വന്നിട്ടുള്ളത്. ഇതാ ഇവിടെ ആയിട്ട് TV സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ഇതാ ഇവിടെ ആയിട്ട് കബേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുറത്തൊന്നും അങ്ങനെ കച്ചറായിട്ട് ഇങ്ങനെ കിടക്കുന്നില്ല. എല്ലാം നീറ്റായിട്ട് അതിനുള്ള ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി തന്നെ. ഇതാ ഇവിടെ ഒരു നമുക്ക് എന്താ അത്യാവശ്യം കിടക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ. നല്ല രീതിയിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ബെഡ് കം സോഫ എന്നൊക്കെ പറയാം. നല്ല ഭംഗിയിൽ. പിന്നെതാ പുറത്തായിട്ട് ഒരു പർഗോള പോലെ ഉണ്ട്. കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആയിട്ടില്ലേ. ഇതാ ഇവിടെ സോഫ. ഇവിടെയാണ് സോഫ. ചെറിയൊരു ടീപ്പോയ്. ഇതാ നമ്മുടെ എളാമ ഇരിക്കുന്നുണ്ട്. ഇത് കേൾക്കില്ല. നമ്മുടെ എളാമ ഇരിക്കുന്നുണ്ട് ഇതാ അവിടെ. എളാമ ഇതാ വീഡിയോയിൽ ബാബുക്കെ കാണുന്നുണ്ട്. ഓ എല്ലാവരും കാണും. ഇതാണ് എളാമയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ബാബുക്കി ഫാമിലിയൊക്കെ ദുബായിലാണുള്ളത്. എളാമയും എളാമന്റെ ബാബുഖാൻ സിസ്റ്റർ ആണുള്ളത് ഷെയ്ത്താത്ത. ഇവർ രണ്ടാളാണ് ഇവിടെ താമസിക്കുന്നത്. ഉമ്മയൊക്കെ കൂട്ടായിട്ട് മോളുണ്ട്. പിന്നെ അതുപോലെ ഒരു മെയ്ഡ് ഉണ്ട് ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അവരുടെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കുട്ടികൾ അവിടെ നിന്ന് ഫോണ് കാണുന്നുണ്ട്. ജസ്റ്റ് ഇതാ ഇവിടെ ആയിട്ട് ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. നേരെ പോയെന്ന് വെച്ചാൽ കിച്ചൺ ആണ് കേട്ടോ. വളരെ ഉള്ള സ്ഥലം നല്ല രീതിയിൽ വൃത്തിയായി യൂട്ടിലൈസ് ചെയ്തിട്ട് ഇതാ ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ്. ഇവിടെ ഗ്യാസും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിമ്മിനിയൊക്കെ അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ആയിട്ട് ഇഷ്ടം പോലെ ഇങ്ങോട്ട് വരും. ഇതെവിടെ ആയിട്ട് വാഷ് ഇതുണ്ട്, സിങ്ക് ഉണ്ട്. നല്ല വെള്ളം, നമുക്കൊരു വെള്ളം മാറി കുടിച്ചൊരു ഫീലേ ഇല്ല. ഇവിടെ വന്നിട്ട് നല്ല വെള്ളമായിരുന്നു കേട്ടോ. അത് എടുത്ത് പറയണമെങ്കിൽ നമുക്ക് ചില ഇപ്പൊ സ്റ്റേറ്റിലൊക്കെ പോയി വെച്ച് പറഞ്ഞാൽ അടുത്ത സ്ഥലത്ത് വെള്ളമായിട്ട് നമുക്ക്, പക്ഷെ ശരിക്കും നമ്മുടെ നാടിനേക്കാളും നല്ല ടേസ്റ്റ് ഉള്ള വെള്ളം തന്നെയായിരുന്നു. ഇഷ്ടം പോലെ കബോർഡ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാ നല്ല സ്പേസ് ആയിട്ട് നമുക്കിങ്ങനെ സാധനങ്ങളൊന്നും ഇതായി കിടക്കൂല. ഈ കിച്ചൺ തന്നെ ഫസ്റ്റ് ആയിട്ട് എളാമാന്റെ ബെഡ്റൂമാണ് വരുന്നത്. കണ്ടില്ലേ, ഇവിടെ കേൾക്കും അങ്ങനെ പറഞ്ഞ ഇവിടെ ആയിട്ടാണ് എളാമയും ഷെയ്ത്താത്തയും കിടക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെ ആയിട്ട് കബോർഡൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. പിന്നെ നേരെ പോകുന്നത് ചെറിയൊരു സ്റ്റോർ റൂം പോലെയാണ്. ഇവിടെ സംഭവം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കോമൺ ബാത്റൂം ആണ് കേട്ടോ ഈ സൈഡ് ആയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ബാത്റൂം, എന്താ പറയുക, വാഷിംഗ് മെഷീൻ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഓഫ്.
പിന്നെ നേരെ ഇങ്ങനെ പോയാൽ ഈ ലെഫ്റ്റ് സൈഡായിട്ട് റൈറ്റ് സൈഡായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്, അതുപോലെ ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ബെഡ്റൂം, സെക്കൻഡ് ബെഡ്റൂം കേട്ടോ. ഇതാണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സിസ്റ്റവും സംഭവങ്ങളൊക്കെ വെക്കാനുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് കബോർഡും വരുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം ഈ വീടിന്റെ. അതെ, ഞങ്ങൾ ഇവിടെയാണ് ഹോൾട്ട് ചെയ്ത് കിടന്നിട്ടുണ്ടായിരുന്നത്. നല്ല വലിയതായിട്ട് നല്ല ബെഡ്റൂം. ഇവിടെ ഫുൾ കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിൾ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ലോക്ക് ചെയ്തിരിക്കുന്നു. ഓപ്പൺ ചെയ്ത് അവിടെ ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട്. ഇവിടെ ആയിട്ട് ഇതാ TV വെക്കാനുള്ളൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബാത്റൂമും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ള സ്ഥലം, സൂപ്പർ ആയിട്ട് അല്ലെ, നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ഉണ്ട്. അതുപോലെ നന്നായിട്ട് തന്നെ ഒരു ഇടുങ്ങലോ നമുക്ക് നാട്ടിലത്തെ പോലെ നല്ല വിശാലതയോട് കൂടി ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് വന്നിട്ട് ഒരു കൺജസ്റ്റഡോ അങ്ങനെ ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ എളാമാന്റെ വീട്ടിൽ ഒരു മെയ്ഡ് ഉണ്ട്, അവരിനെ സപ്പോർട്ട് ചെയ്യാൻ ഷെയ്ത്താത്ത ട്യൂഷനും കുട്ടികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ രാവിലെ തൊട്ട് എളാമാന്റെ കൂടെ കൂട്ടിയിരിക്കുന്നതും ഷെയ്ത്താത്ത ഇല്ലാത്തപ്പോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുന്നതൊക്കെ രഞ്ജിത ദീദിയാണ്. അവർക്ക് ഹിന്ദി തന്നെ അറിയുള്ളൂ. നമുക്ക് കുച്ച് കുച്ച് മാലു തോടാ മാലു. നല്ല നല്ല എന്താ പറയാ സ്വഭാവം ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രീതിയിലുള്ള ഇതാണ് നമ്മുടെ വേറൊരു ഇവിടുത്തെ ഒരു എന്താ പറയാ ഒരു മെമ്പർ. ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ യൂട്ടിലൈസ്, വലിയൊരു ഹാള്, 3 ബെഡ്റൂം ഉണ്ട്, കിച്ചൺ, അതുപോലെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം, കോമൺ ബാത്റൂം എല്ലാം ചെയ്ത് നല്ല വിശാലതയുള്ള ഒരു വീടാണ്. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുറെ റിലേറ്റീവ്സ് വരാത്തവരുണ്ട്, ബോംബെ കാണുന്നത് ഞങ്ങളാണ് ഫസ്റ്റ് ആയിട്ട് ഫാമിലിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അവർക്കും കൂടി കണ്ടോട്ടെ അല്ലേ. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം ബാബുക്കാരുടെ സെക്കൻഡ് സിസ്റ്റർ ആയിട്ടുള്ള ഷാജിത്താത്താന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാബുഖാന്റെ ഫ്രണ്ടിന്റെ ഒരു വീട്ടിലേക്കും പോകുന്നു, ഇസ്മയിൽ ഖാന്റെ വീട്ടിലും പോകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അന്നേ ദിവസം ലഞ്ചിനായിട്ട് അവർ നമുക്ക് നല്ല സൂപ്പർ തന്തൂർ ചിക്കൻ ബിരിയാണി ആയിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയാണിത്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, നല്ല ബസ്മതി റൈസിൽ ഗ്രില്ല് ചെയ്ത പോലത്തെ ഒരു ചിക്കൻ ടൈപ്പാണ് അതിൻ്റെ ഗ്രേവി വരുന്നത്. കാണുമ്പോൾ കണ്ടില്ല, നല്ല കളർഫുള്ളായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും കളർഫുള്ളാണ്. ആ ഒരു റെഡ് കളർ ഉണ്ടെങ്കിലും അധികം സ്പൈസിയോ ഒന്നുമല്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ബിരിയാണി ആയിരുന്നു. ഇതാ ഉച്ചയ്ക്ക് നമ്മൾ നല്ല ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്തൂരി ചിക്കൻ ബിരിയാണി. അയ്യാ എങ്ങനെയുണ്ട് അൽഹ? കഴിച്ചു നോക്ക്. ബസ്മതി റൈസ് ആയിരിക്കും ഇവിടെ. ചിക്കൻ നല്ല സോഫ്റ്റ് എന്ന് ഞാൻ കഴിച്ചു നോക്കി. സെറീഫ് സെരീഫ് എന്നെപ്പോലെ ഒരു ബിരിയാണി ലവറാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച ശേഷം നമ്മൾ ബാബുഖാൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഇസ്മയിൽ ഖാൻ്റെ വീട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഹിന്ദി തന്നെയാണ് പ്രോപ്പർ, മലയാളമൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. നമുക്ക് എടുത്ത് പറയേണ്ടത് ഇസ്മയിൽ ഖാൻ്റെ നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടെ ഒരു ബ്രദറിനെ പോലെ, നമ്മുടെ റിലേറ്റീവ്സിന് ശരിക്കും നമ്മുടെ റിലേറ്റീവ്സ് പോലും ഇങ്ങനെ നിൽക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അത്രയ്ക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു വരുന്നത് വരെ, എല്ലാവിടേക്കും കൊണ്ടുപോകാനായാലും കൂടെ നിന്ന് എല്ലാം കാണിച്ചു തരാനൊക്കെ ആയിട്ട്. ഇത് അദ്ദേഹത്തിൻ്റെ മോനാണ്, അയാൻ തന്നെയാണ് പേര്. അപ്പോൾ അവർക്ക് അയാൻകുട്ടിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. അവനെ ഭയങ്കര അയാൻ തന്നെ വിളിച്ച് അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. കഴിക്ക്. എന്തൊക്കെയാണ് അതിൽ സാധനങ്ങൾ അറിയോ? അവിടെ ഇരുന്ന് പറഞ്ഞോ. ആ, സമോസ, ബ്രെഡ് റോള്. ആ, നമ്മൾ ഉണ്ടാക്കിയതാ, മേടിച്ചായിരിക്കും. കേക്ക്, ആ, സമോസ, സ്വീറ്റ് റോൾ. ഓ, ടിപ്പിയെ കഴിക്കുക.
അവർ നമുക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സ്നാക്കിൻ്റെ ഒരു സ്നാക്ക് പാർട്ടി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അവർ പ്രോപ്പർ പ്ലേസ് വരുന്നത് ഗുജറാത്താണ്. നല്ല സ്നേഹം നമുക്ക് എടുത്തു പറയേണ്ടതായിരുന്നു കേട്ടോ. നമുക്ക് അറിയില്ല അവരുടെ ഭാഷ കൂടി, പക്ഷേ എല്ലാവരും പറയുന്നത് പോലെ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ഭാഷൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ അവിടെ പോയപ്പോൾ മനസ്സിലാക്കി. അവർക്ക് 2 ആൺകുട്ടികളാണുള്ളത്. അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വലിയൊരു ഗ്രോസറി ഷോപ്പുണ്ട്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ആയിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും അയാനെ കാണാനും അൽഹാനെ കാണാനും വരുമ്പോൾ മൂപ്പര് കുറേ കൈ നിറയെ മിഠായികളായാലും അതുപോലെ തന്നെ അവിടുത്തെ സ്നാക്സുകളൊക്കെ ആയി കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അവർക്ക് എപ്പോഴും അവരുടെ ഈ ഒരു മാംഗോ സീസണിൽ ഡെയിലി വീട്ടിൽ മാംഗോ ഉണ്ടാവുന്നതാണ് അവിടെ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഒരു ഭക്ഷണത്തിൽ ഈ വാട്ടർ മെലണും ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയപ്പോൾ തൊട്ട് നല്ല അവിടുത്തെ വാട്ടർ മെലൺ നല്ല എന്താ പറയുക സ്വീറ്റ് ഉണ്ടായിരുന്നു, അധികം കുരുക്കളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അയാനൊക്കെ നല്ല ഡിപ്പ് ചെയ്ത് സമൂസയൊക്കെ കഴിക്കുന്നത് നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ടുള്ള സമൂസയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മരുമോളാണത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷഹീദ് താത്താന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ? നമ്മുടെ ആദ്യം ഇത് ഞങ്ങക്ക് ഗിഫ്റ്റ് തന്നാണ്. ആരെ ഗിഫ്റ്റ് തന്നത്? ഇസ്മയിലൊക്കെ അയാന്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യും നോക്കട്ടെ. അത് കിട്ടിയ സന്തോഷത്തിലാണ്. എന്തൊക്കെയാ കൊടുത്തു? എനിക്ക് ഇങ്ങനത്തെ ഒരു നോക്കട്ടെ ചോക്ലേറ്റ് അവിടെ ഇരിക്കി സൗണ്ട് കിട്ടില്ല. പിന്നെ ഈ ഒരു പെൻസില് പിന്നെ ഈ ഒരു പിന്നെ ഈ ഒരു ഹാപ്പി ആയാ താങ്ക്സ് പറയാണ്ടാളോ. പിന്നെ നമ്മളെ ഒരു ഫ്രണ്ട് ഫാമിലി ഫ്രണ്ടിന്റെ അവരുടെ വീട്ടിൽ പോയി അവിടെ വിഭവസമൃദ്ധമായിട്ടുള്ള ഇവിടുത്തെ വിഭവങ്ങളും സ്വീറ്റ്സും അതുപോലെ സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് റോള് ചിക്കൻ സമൂസ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഷഹീദ് ദാദാന്റെ വീട്ടിലേക്ക് ദാദാന്റെ കൊട്ടാരത്തിലാണ്. നമ്മുടെ എല്ലാവരുടെയും കൊട്ടാരമാണ്. കാണിച്ചു കൊടുത്താണ്. ഷഹീദ് ദാദ ഒരു ട്യൂഷൻ ടീച്ചറാണ്. അതെ, പഠിപ്പിച്ച കുട്ടികളെല്ലാവരും വിജയിച്ചിട്ടേ ഉള്ളൂ. തോൽക്കൊന്ന് വിചാരിച്ച കുട്ടികളടക്കം ജയിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം അല്ലേ? ഫേമസ് ആയിട്ടുള്ള ടീച്ചർ. പക്ഷെ ബോംബെയിലൊക്കെ അത്രയും സൗകര്യം കിട്ടുക പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ചെറിയ സ്ഥലമാണെങ്കിലും നല്ല സൗകര്യങ്ങൾ, ചെറിയ കിച്ചണ് കാര്യങ്ങൾ, ഒരു ബെഡ്റൂമൊക്കെ കിട്ടുക തന്നെ വലിയ കാര്യമാണ്. സംഭവമൊക്കെ സെറ്റാണ്, കണ്ടല്ലേ? നല്ല വൃത്തിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും സംഭവം ഉഷാറാണ്. ലപ്സി നല്ല ക്യൂട്ടായിട്ടില്ലേ വീട്? അവർക്ക് താമസിക്കാൻ ഒരു ബെഡ്റൂം, ഒരു ഹാള്, കിച്ചൺ, ബാത്റൂം. അതെ, അടുത്തുള്ള ആൾക്കാരും അതേപോലെ നല്ല കോർപ്പറേഷനാണ് എല്ലാവരും. അതെ, നല്ല കാറ്റില് അവിടെ അങ്ങനെ കുറേ വീടുകളുണ്ട്. അടുത്തടുത്തടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട്. അതേപോലെ ഈ സൈഡും വീടുകളുണ്ട്. നമ്മളത് എൻട്രൻസ് ആണ്, വരുന്ന എൻട്രൻസ്. വലിയ ഒരു ഫ്ലാറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പുറത്തെ ഒരു ഓപ്പോസിറ്റ് ഒരു ഫ്ലാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, കുഞ്ഞ് വിളക്കൊക്കെ നല്ല രസമുണ്ട് കാണാൻ. കൊച്ചു ഹായ് ആൻറ്റി, कैसे ठीक है? हाँ नहीं कल आ गया सर. ചോക്ലേറ്റിന്റെ ഘോഷയാത്രയാണ് അൽഹാക്ക് കിട്ടിയിരിക്കുന്നത്. चल चल अंदर आओ. പാനി ആ ഗയാ. 2 ദിവസമായില്ല ഇവിടെ വെള്ളം വരാൻ അല്ലേ? 2 ദിവസം കൂടുമ്പോൾ വരും. ഞാൻ കുടിക്കാം. ഇവിടുത്തെ ഇവിടുത്തെ മര്യാദ എന്ന് വെച്ചാൽ ഫസ്റ്റ് വന്ന പാടും ഏത് വീട്ടിൽ പോയാലും നല്ല തണുത്ത വെള്ളം തരും. അത് കുടിച്ചതിന് ശേഷമാണ് അല്ലേ? ഇത് AC ഓണും ഓഫാക്കാനുള്ള ആയുധമാണ്. എങ്ങനെ ഓഫാക്കുക കാണിച്ചെടുത്ത് ഇങ്ങനെ പോയിട്ട് ഏറ്റവും ഓഫാക്കാം. ബസ് എവിടെ കിട്ടിയേക്കുന്നത്? ഇത് വാങ്ങിക്കാൻ കിട്ടോ?
ഭയങ്കരമായ ടെക്നീഷ്യനാണ്. പക്ഷെ നമ്മൾ എവിടെ ഇനി അടുത്ത് പോകണം? സിസ്റ്ററിന്റെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞാൽ നമ്മള് ഡിന്നർ. അടിക്കില്ല, പാവമാണ്. ചേർത്താൻ പോലെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വന്നിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഷെയ്ത്താത്താൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ, ഷാഹിദാത്താൻ്റെ വീട്ടിലാണ്. അവരുടെ മോനാണ് ഷെരീഫ്. അപ്പോൾ അവൻ്റെ ഫ്ലാറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താ അവൻ്റെ ഹാള്, എല്ലാവരും ഉണ്ട്. ഹായ് ബോലിയേ. അവരുടെ ഹസ്ബൻഡ്, ഒരു മോനാണ്. മോനൊക്കെ എടുത്തു. മോൻ ചുള്ളനാണ്. ചുള്ള അതാ. ഓ എടുത്തിട്ടുണ്ട്. ഹോം ടൂർ. അതെ, ഇത് സെറീമിന്റെ ഓഫീസ് റൂം അല്ലേ? ഓഫീസ് റൂം. സെറീഫ് പോരാ അന്തരാവോ? Explain. So this is my study and as well as my office work room. There is the monitor, there will be laptop, and basically I do all my work. അപ്പൊ ഈ ഫുഡ് കഴിക്കുമ്പോ കാണിച്ചു. അതെ അതെ. ഇത് തൈര് വട എന്താ പറയാ? ദൈവട. ദൈവട. ഏ ദൈവട ഹെ. ദൈവട. छोटा छोटा वड़ा. സോഫ്റ്റ് അല്ലേ? നമ്മുടെ തമിഴ്നാട്ടിൽ നിൽക്കുന്ന തൈര് വടയുടെ ദഹി വട സ്റ്റാർട്ടർ Chicken. ഓ താങ്ക് യു. ചിക്കൻ കറിയും ചപ്പാത്തിയും. ചപ്പാത്തിയൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട്. നല്ല സ്മൂത്ത് ഉണ്ട് ചപ്പാത്തി അല്ലേ? ആടേണ്ടി വരും. അങ്ങനെ അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ചെറിയൊരു മാർക്കറ്റിലോട്ടാണ്. അവിടുത്തെ മാർക്കറ്റുകൾ എടുത്ത് പറയേണ്ടതാണ്. പിന്നെ അവിടുത്തെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്, നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അവിടെ കണ്ട് ഞാൻ മനസ്സിലാക്കി. ഒരുപാട് രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. നല്ല രസമായിരുന്നു. നല്ല തിരക്കുള്ള സമയം കൂടിയാണ് രാത്രി എന്ന് പറയുന്നത്. ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് മാർക്കറ്റുകളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ടേക്ക് കെയർ. ബൈ.